ഗൈസ്, അപ്പോൾ നമ്മൾ സഞ്ചരിച്ച് തമിഴ്നാട്ടിൽ പൂസലംപട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇതെന്നാന്ന് വെച്ചാൽ അവിടെ കൈകാലൊക്കെ ഒടിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളെ അങ്ങനത്തെ ഒരു കാഴ്ച, അവിടുത്തെ ഒരു കാര്യങ്ങളൊന്ന് കാണിക്കണം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് കൈ കെട്ടുന്ന സ്ഥലത്ത് വന്നേക്കോട്ടെ. അപ്പോൾ നമ്മളെ കൈ കെട്ടാൻ അവിടെ ഇങ്ങനെയുള്ള സ്ഥലമുണ്ട് കേട്ടോ, പൂസലംപട്ടി. അപ്പോൾ കൈകാലൊക്കെ ഒടിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കെട്ടിത്തരും കേട്ടോ. അതായത് അത് കൊച്ചിൻ്റെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരാളുടെ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കെട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, എന്നാ പ്രശ്നം വന്നിരിച്ച് கீழே விழுந்துச்சா? இப்போ கட்டிடுச்சு. வேலை வலி இருக்கா? இப்போ ஃபஸ்ட் டைம் வருதா செகண்ட் டைம் வருதா? செகண்ட் டைம். ஓகே ஓகே. நீங்கள் எத்தனை வருஷமாக இங்கே கட்டிக்கிட்டு இருக்கு? 40 வருஷம். 40 வருஷம் ஆயிடுச்சு. கேரளாவிலேருந்து நிறைய ஆள் வருதா? கேரளாவிலேருந்து நிறைய இஷ்டம் போல் வருது. எல்லாம் எந்த ஊர் எல்லா நாட்டுக்காரங்க மதுரை, திருச்சி, இந்த பக்கம் வரும், இந்த பக்கம் தென்காசி, சிவகாசி எல்லாம் வரும். കേരളാവിലെന്ത്? കേരളാവിൽ എല്ലാ നാട്ടുകാരും ഇതിൽ വരുത്. പേറ്റി എടുக்கலாம். ഓക്കെ ഓക്കെ. കേരളത്തിൽ നിന്നൊക്കെ നിറച്ച ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ വന്ന്. കൈകാലം ഒടിവ്, ചതവ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടി ഇവിടെ വന്ന് അവർ ശരിയാക്കി പോകുന്നുണ്ട്. ഇതിലെന്തുമാത്രം സത്യം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി മാത്രം ചെയ്യുക. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം പൂസലംപട്ടി വന്നു, ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ.